ഒരു റൗണ്ട് പ്രചരണം നടത്തിയ യുവനേതാവ് UDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്തായി. ഇതേ തുടർന്ന് സ്വതന്ത്രനായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് വാരപ്പെട്ടിയിലെ മാത്യൂസ് ഔസേഫ്. കേരള കോൺഗ്രസിന്റെ ടിക്കറ്റിൽ 2ാം വാർഡിൽ മാത്യൂസ് ഔസേഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പാർട്ടി ചെയർമാൻ PJ ജോസഫ് ആയിരുന്നു. പിന്നീട് ഈ വാർഡ് കോൺഗ്രസിന് വിട്ടു നൽകിയതോടെയാണ് മാത്യൂസ് ഔസേഫ് പുറത്തായത്. വാരപ്പെട്ടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ കഴിഞ്ഞ തവണ UDFിൽ മത്സരിച്ചത് കേരള കോൺഗ്രസ് ആയിരുന്നു. ഇത്തവണത്തെ ആദ്യഘട്ട സീറ്റ് ചർച്ചയിൽ അതേപടി നിലനിർത്താനായിരുന്നു തീരുമാനം. വാർഡിലെ സ്ഥാനാർത്ഥിയായി യൂത്ത് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറിയായ മാത്യൂസ് ഔസേഫിനെ കേരള കോൺഗ്രസ് തീരുമാനിച്ചു. പാർട്ടി ചെയർമാൻ PJ ജോസഫാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. തുടർന്ന് മാത്യൂസ് ഔസേഫ് വാർഡിൽ പ്രചരണത്തിൽ സജീവമായിരിക്കെയാണ് ട്വിസ്റ്റുണ്ടായത്. വാർഡ് വിട്ടുകിട്ടണമെന്ന കോൺഗ്രസ് സമ്മർദ്ദത്തിന് കേരള കോൺഗ്രസ് വഴങ്ങി. അങ്ങനെ മാത്യൂസ് ഔസേഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഔട്ട്. പ്രചരണത്തിൽ ഒരു ഘട്ടം പിന്നിട്ട മാത്യൂസ് ഔസേഫ് സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനത്തിലാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകി. കോൺഗ്രസിലെ KL ഷാജുവാണ് UDFന്റെ സ്ഥാനാർത്ഥി. LDFന്റെ NV ബിനോയി, BJPയുടെ ചന്ദ്രൻ മുള്ളനാകുടിയിൽ, AAPയുടെ വിൽസൺ പോൾ തുടങ്ങിയവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ തവണ വിമത സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം മൂലമാണ് UDF ഈ വാർഡിൽ പരാജയപ്പെട്ടത്. GTV ന്യൂസ്, വാരപ്പെട്ടി.